വെറും ശരാശരി ഓഫീസറല്ല ഈ ബിജു പ്രഭാകർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സർവീസ് ഘട്ടത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള പല സേവനങ്ങളും നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റുന്ന തരത്തിലുള്ളതാണ്. ധിഷണാശാലിയാണ്, കർമ്മകുശലനാണ് അദ്ദേഹം എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ നേരിൽ കണ്ടിട്ടില്ല. ഞാൻ സംസാരിക്കുന്നത് കേട്ടാൽ അദ്ദേഹത്തിന് വേണ്ടി വക്കാലത്ത് പറയുകയാണോ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നും. പക്ഷേ നേരിൽ കാണാത്ത അദ്ദേഹത്തെ പറ്റി എനിക്ക് അങ്ങനെ തോന്നാൻ കാരണം അതിൻ്റെ കർമ്മത്തെ ഞാൻ വീക്ഷിക്കാറുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഞാനൊരിക്കൽ അമേരിക്കയിൽ പെൻസിൽവേനിയയിലുള്ള ഞങ്ങളുടെ മക്കളെ കാണാനായിട്ട് ഞാനും ഹസ്ബൻഡും കൂടെ പോയി. അവിടെ ഞങ്ങൾ താമസിക്കുന്ന സമയത്ത് ഒരു മാസം അവിടെ താമസിച്ചു. പിറ്റ്സ്ബർഗിൽ ഞങ്ങളവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ന്യൂയോർക്ക് വിസിറ്റിന് പോയി. അപ്പോൾ ന്യൂയോർക്കിൽ ചെന്നപ്പോൾ കണ്ട ഒരു വളരെ രസകരമായ കാര്യം, നമ്മൾ ഇപ്പോൾ നോ പാർക്കിംഗ് എഴുതി വെച്ചിരിക്കുന്ന സ്ഥലത്ത് ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും പാർക്കിംഗ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഓഫീസുകൾ, മറ്റ് കോളേജുകളോ സ്കൂളുകളോ പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ തുടങ്ങുന്ന ആ സമയത്ത് എല്ലായിടത്തും നോ പാർക്കിംഗ് ആയിരിക്കും. കാരണം ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോക്കുവരവ് സുഗമമാക്കി തീർക്കാൻ വേണ്ടിയാണ് നോ പാർക്കിംഗ് എന്നുള്ള സിഗ്നൽ വയ്ക്കുന്നത്. അത് കഴിഞ്ഞ് ആ നോ പാർക്കിംഗ് സിഗ്നൽ എടുത്തു മാറ്റിയിട്ട് പാർക്കിംഗ് പോസിബിൾ ആണെന്നുള്ള പാർക്കിംഗ് സിഗ്നൽ വെക്കുന്നു. പക്ഷേ ആ പാർക്കിംഗ് സിഗ്നൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ പാർക്ക് ചെയ്യാം, പക്ഷേ ഒരു പാർക്കിംഗ് ഫീ നിർബന്ധമാണ്. അപ്പോൾ ആ പാർക്കിംഗ് ഫീ അടച്ചു കഴിഞ്ഞ് അവിടെ പാർക്ക് ചെയ്യുന്നതിന് ഒരു പ്രശ്നവുമില്ല. അതാണ്. അപ്പം ഞാൻ ഓർത്തു, ഇത് നല്ലൊരു മാർഗ്ഗമാണല്ലോ. ഈ കണ്ടമാനം അവിടെ ഇവിടെയൊക്കെ പാർക്ക് ചെയ്ത് കൺജഷൻ ഉണ്ടാക്കുന്നില്ല. അത് എല്ലാ തരത്തിലും നല്ലതാണ്. തന്നെയുമല്ല, ആ കോർപ്പറേഷനോ മുനിസിപ്പാലിറ്റിയോ എന്തുമാകട്ടെ അതിനൊരു നല്ല വരുമാനവും ഉണ്ടാകുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ഞാൻ ഇവിടെ വന്നപ്പോൾ തിരുവനന്തപുരം ജില്ലയുടെ ഡിസ്ട്രിക്ട് കളക്ടറായിരുന്നു ബിജു പ്രഭാകർ. ഞാൻ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു. സർ, എനിക്കിങ്ങനെ ഒരു അനുഭവമുണ്ട്, അത് താങ്കൾക്കുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ചല്ലോ, കേരളത്തിൽ അന്നും ധനപ്രതിസന്ധിയുണ്ട്. എങ്ങനെ ധനസമാഹരണം വർദ്ധിപ്പിക്കാമെന്ന പഠനം എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്ന, എല്ലാ ഉദ്യോഗസ്ഥരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പോൾ ബിജു പ്രഭാകർ സാറ് ശരി ടീച്ചറെ നോക്കട്ടെ എന്ന് പറഞ്ഞു. അധികം താമസിയാതെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇതുപോലെയുള്ള നോ പാർക്കിംഗ് സമ്പ്രദായം കൊണ്ടുവന്നു. അതിപ്പോഴും നിലനിൽക്കുന്നു. അത് തീർച്ചയായിട്ടും കോർപ്പറേഷൻ്റെ ധനസമാഹരണത്തെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ അതിനെതിരെ എതിർപ്പുകളൊന്നും ഉണ്ടായില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ട്രാഫിക് ജാമും അതുകൊണ്ടുണ്ടാകുന്ന ഇന്ധന നഷ്ടവും സമയനഷ്ടവും ഒക്കെയാണ്. നമുക്ക് കേരളത്തിൽ എവിടെ നോക്കിയാലും അത് കാണാം നമുക്ക്. അങ്ങനെ അത് വളരെ രൂക്ഷമായിരുന്നു തിരുവനന്തപുരത്ത് ആ സമയത്തൊക്കെ. അങ്ങനെയാണ് എന്നെക്കൊണ്ട് ഇത് അദ്ദേഹത്തോട് പറയിക്കാൻ തോന്നിപ്പിച്ചത്. അപ്പോൾ അദ്ദേഹം അത് കൃത്യമായി അതിൻ്റെ ആ ഉള്ളടക്കം മനസ്സിലാക്കുകയും അതിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയെന്ന് തിരിച്ചറിയുകയും ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം ആ സിസ്റ്റം തിരുവനന്തപുരത്ത് കൊണ്ടുവന്നു. തിരുവനന്തപുരത്ത് ഇപ്പോഴും ആ സിസ്റ്റം നിലനിൽക്കുന്നുണ്ട്. അതിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്, കാര്യങ്ങളെ വളരെ ഗൗരവത്തോടെ കാണുകയും ദീർഘദൃഷ്ടിയോടുകൂടി അതിൻ്റെ എല്ലാ സാധ്യതകളും അറിയുകയും ചെയ്തതിന് ശേഷം മാത്രം ഒരു കാര്യം നടപ്പാക്കാൻ, ഒരു പുതിയ കാര്യം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ്. കാരുണ്യ ലോട്ടറി നോക്കൂ, എത്ര ലക്ഷം നിർധനരായ രോഗികൾക്കാണ് ഹൃദയത്തിന്, അതുപോലെ കിഡ്നിക്ക്, അതുപോലെ ശ്വാസകോശത്തിന് ഒക്കെ വലിയ ട്രീറ്റ്മെൻറ്റ് ആവശ്യമായി, വർദ്ധിതമായ ചെലവോടുകൂടിയ ട്രീറ്റ്മെൻറ്റ് ആവശ്യമായി വരുമ്പോൾ കാരുണ്യ ലോട്ടറിയാണ് അവരെ സഹായിക്കാൻ എത്തുന്നത്. ആരാണ് ആ കോൺസെപ്റ്റ് തന്നെ കൊണ്ടുവന്നത്? ആ കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ബിജു പ്രഭാകർ ലോട്ടറീസ് ഡയറക്ടറായിട്ടിരിക്കുന്ന കാലത്താണ്. 2012 അദ്ദേഹമാണ് ഇങ്ങനെ ഒരു ലോട്ടറി, അതായത് കാരുണ്യ ലോട്ടറി എന്ന പേരിൽ ഒരു ലോട്ടറി എടുത്താൽ ലോട്ടറി എടുക്കുന്നവർക്ക് അത് ഒരു നല്ല പർപ്പസിന് വേണ്ടിയാണ് എന്ന വിചാരം കൊണ്ട് ധനികരും ദരിദ്രരും എല്ലാവരും ആ ലോട്ടറി എടുക്കും. ആ പണം ഉപയോഗിച്ച് ഇത്തരം രോഗികളെ, അതായത് വലിയ ചെലവ് വരുന്ന അതേ സമയത്ത് വളരെ അപകടകരമായ രോഗങ്ങൾ, ആ രോഗങ്ങളുടെ ചികിത്സയ്ക്ക് വേണ്ടി അവരെ സഹായിക്കുക. അവർക്ക് ഇൻഷുറൻസ് ആയിട്ട്, കാരുണ്യ പദ്ധതിയിൽ ചേരുന്നവർക്ക് ഇൻഷുറൻസ് ആയി കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നല്ലതാണ്. അപ്പോഴും ഈ 2012 അദ്ദേഹം ഈ കാരുണ്യ ലോട്ടറിയുടെ കോൺസെപ്റ്റ് കൊണ്ടുവരുമ്പോഴും കേരളത്തിൽ ധനപ്രതിസന്ധി വലിയ അളവ് വരെ ഉണ്ട്, ഇന്നത്തെ പോലെ അല്ലെന്ന് മാത്രം. അപ്പോൾ അത് വർദ്ധിച്ചു വരാതിരിക്കാൻ വേണ്ടി അന്നത്തെ UDF ഗവൺമെൻറ് ഒരുപാട് നടപടികൾ എടുത്തിരുന്നു ജനങ്ങളെ പിഴിയുന്നതിന് പകരം. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ നിർദ്ദേശപ്രകാരമാണ് KM മാണി സാറ് ധനമന്ത്രിയായിരുന്നു, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നു, ഇവരെല്ലാവരും കൂടി ആലോചിച്ച് ഇങ്ങനെയൊരു പദ്ധതി കൊണ്ടുവരുന്നത്. കാരുണ്യ ലോട്ടറി തുടങ്ങി. അങ്ങനെ കാരുണ്യ ലോട്ടറിയുടെ ബേസിസിൽ ഈ കാരുണ്യ ചികിത്സാ പദ്ധതിയും ആരംഭിച്ചു. ആ ചികിത്സാ പദ്ധതി ഇപ്പോൾ അവതാളത്തിലെത്തിയിരിക്കുകയാണ് കേട്ടോ.
അതായത് 12,686.99 കോടി ലോട്ടറി വഴി, കാരുണ്യ ലോട്ടറിയിൽ നിന്ന് മാത്രമായിട്ട് എത്ര കിട്ടിയെന്നുള്ളത് ഇവിടെ പറയുന്നില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഏതായാലും ലോട്ടറി വഴി അത്രയും പണം കിട്ടി. അതിലേറ്റവും വലിയ ശതമാനം എന്ന് വെച്ചാൽ ഒരു 75-80% കാരുണ്യ ലോട്ടറിക്കാണ് കിട്ടുന്നത്. അങ്ങനെ കിട്ടിയിട്ട് പോലും കാരുണ്യ ലോട്ടറിയുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന അതിൽ ഉൾപ്പെട്ട് രോഗികൾക്ക് സഹായം നൽകിയിരുന്ന, ഇൻഷുറൻസ് നൽകിയിരുന്ന ഒരുപാട് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്, സ്വകാര്യ മെഡിക്കൽ കോളേജുകൾക്കൊന്നും അവരുടെ വിഹിതം കൊടുക്കുന്നില്ല, കുടിശ്ശിക ഇട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് അവരൊക്കെ ഈ പദ്ധതിയിൽ നിന്ന് മാറുകയാണ്. അപ്പോൾ അതിനൊക്കെ കാരണം ഈ ഗവൺമെൻറ് തന്നെയാണ്. ഗവൺമെൻറ് ഈ പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്നില്ല എന്നത് തന്നെയാണ്. അദ്ദേഹം അന്ന് ലോട്ടറീസ് ഡയറക്ടർ ആയിരുന്നെങ്കിൽ അതേ ബിജു പ്രഭാകറാണ് ഇപ്പോൾ ഈ വൈദ്യുതി ബോർഡിൻ്റെ ചെയർമാനായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു തീരുമാനത്തിലേക്ക് പോകുന്നതിന് മുൻപ് അത് ജനപക്ഷത്ത് നിന്ന് നോക്കുന്നവനാണ്, ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുമോ എന്ന് പഠിക്കുന്നവനാണ്. തന്നെയല്ല, കാര്യക്ഷമതയുടെ കാര്യത്തിലും ഒരു കാരണവശാലും അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്യുന്ന ആളല്ല.